നമസ്കാരം, ഞാൻ സിയാദ് ഇലിക്കൽ. എല്ലാ ഞായറാഴ്ചകളുമുള്ള മാർക്കറ്റ് ഔട്ട്ലുക്കിലേക്ക് നമുക്ക് കടക്കാം. അങ്ങനെ വീണ്ടും 26 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം BJP ഡൽഹിയിൽ അധികാരത്തിലേക്ക് വരികയാണ്. 48 സീറ്റിൻ്റെ മിന്നും വിജയമായിട്ടാണ് റൂളിംഗ് പാർട്ടി വീണ്ടും ഡൽഹിയിലേക്ക് വരുന്നത്. അപ്പം ബോംബെയിലും ഭരണസിരാ കേന്ദ്രമായിട്ടുള്ള ഡൽഹിയിലും റൂളിംഗ് പാർട്ടി വീണ്ടും വരുന്നത് നിലവിലുള്ള FISൻ്റെ സെല്ലിംഗ് മോഡിന് അവർ മാറ്റി ചിന്തിക്കാനായിട്ട് ഇട വരുത്തിയേക്കാം. RBI മാർക്കറ്റ് ഏകദേശം ഒരു 12% കറക്ഷൻ രേഖപ്പെടുത്തിയപ്പോൾ RBI ബാങ്കുകളിലേക്കുള്ള ലിക്വിഡിറ്റി വർദ്ധിപ്പിച്ചു ബോണ്ട് റീപർച്ചേസിലൂടെ. വീണ്ടും നമുക്ക് വന്നിട്ടുള്ളത് നമ്മുടെ ബഡ്ജറ്റായിരുന്നു. ജനപ്രിയ ബഡ്ജറ്റാണ് എന്നുള്ളതാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ബഡ്ജറ്റും മാർക്കറ്റിന് എന്നാൽ വലിയ തോതിൽ മുന്നേറ്റം കൈവരിച്ചില്ല. ഏറ്റവും അവസാനം നമ്മൾ കണ്ടത് MPC മീറ്റിംഗ് ആണ്. 25 ബേസ് പോയിൻറ്റിൻ്റെ റേറ്റ് കട്ട് പുതിയതായിട്ട് വന്ന ഗവർണർ അദ്ദേഹം നടപടിയെടുത്തു. പക്ഷെ അതും മാർക്കറ്റിൽ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു മൂവ്മെൻറ്റിലേക്ക് മാർക്കറ്റ് വന്നില്ല. അതിനുശേഷം വന്ന ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് ഡൽഹിയിൽ BJP വീണ്ടും അധികാരത്തിലേക്ക് വരുന്നത്. അപ്പോൾ തിങ്കളാഴ്ച വളരെയധികം ഉത്തേജനകമായിട്ടുള്ളൊരു വിപണി ദിവസമാണ്. ഏതൊക്കെ രീതിയിലാണ് മാർക്കറ്റ് റിയാക്ട് ചെയ്യപ്പെടുക എന്നുള്ളത് നിക്ഷേപകർ കാത്തിരിക്കുകയാണ്. ഇതിനിടെ ഒരുപാട് സംഭവ വികാസങ്ങളും ഗ്ലോബലി അരങ്ങേറിയത് നമ്മൾ കണ്ടു. ട്രംപിൻ്റെ താരിഫ് ഹൈക്ക് കാരണം എൻറ്റയർ ഗ്ലോബൽ മാർക്കറ്റ് വലിയ തോതിൽ ഇടിവ് രേഖപ്പെടുത്തി. PM മോഡി 13-ാം തീയതി US പോകാനിരിക്കെ എല്ലാ രാജ്യങ്ങളിലേക്കും ഈ ഒരു താരിഫ് ഹൈക്ക് വർദ്ധിപ്പിക്കും. അതായിട്ട് ബന്ധപ്പെട്ടുള്ള പത്രസമ്മേളനങ്ങളെല്ലാം തന്നെ ട്രംപ് വരും ദിവസങ്ങളിൽ ചെയ്യുമെന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. അതിനിടയിൽ വേറെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഘടകം, മോർഗൻ സ്റ്റാൻലി എന്ന് പറയുന്ന ഒരു വലിയൊരു റേറ്റിംഗ് ഏജൻസി, US ഫിനാൻഷ്യൽ സ്ഥാപനം അല്ലെങ്കിൽ റേറ്റിംഗ് ഏജൻസി ഇന്ത്യൻ മാർക്കറ്റിൽ ഇനഫ് കറക്ഷൻ ഉണ്ടായി എന്നുള്ളതാണ് അവരുടെ ഒരു അഭിപ്രായം. ഏകദേശം 12% കറക്റ്റ് ചെയ്യപ്പെട്ട നിഫ്റ്റി ഇനഫ് കറക്ഷൻ കിട്ടി അല്ലെങ്കിൽ ഓൾറെഡി കറക്റ്റ് ചെയ്തു എന്ന് മോർഗൻ സ്റ്റാൻലി പറയുന്നതും നമുക്ക് വളരെയധികം പ്രതീക്ഷയോടെയാണ് നിക്ഷേപകർ മാർക്കറ്റിലേക്ക് നോക്കിക്കാണുന്നത്. നമ്മുടെ മാർക്കറ്റ് കഴിഞ്ഞ വെള്ളിയാഴ്ച MPC മീറ്റിങ്ങിൽ പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്യപ്പെട്ടില്ല. അതുപോലെ തന്നെ US മാർക്കറ്റും വലിയ തോതിൽ ഇടിവ് രേഖപ്പെടുത്തി. S&P 500 എല്ലാം തന്നെ വലിയ തോതിൽ ഇടിഞ്ഞു. നാസ്ഡാക്കും ഡോയും ഇടിവ് രേഖപ്പെടുത്തി. താരിഫ് ഹൈക്ക് ഫിയറാണ് ഇപ്പോൾ ഉള്ള US മാർക്കറ്റിലുള്ള ഇടിവിന് ഒരു കാരണം. നേരെ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് നോക്കാം. ഗ്ലോബൽ മാർക്കറ്റിൽ ഏറ്റവും താഴെ കാണാൻ നാസ്ഡാക്ക് 1.5%, ഡോ 400 പോയിൻറ്റിൻ്റെ ഇടിവ് രേഖപ്പെടുത്തി. അതിന് മുകളിലുള്ള 3 യൂറോപ്യൻ മാർക്കറ്റും ജർമ്മൻ, UK, ഫ്രാൻസ് മാർക്കറ്റുകളും ഇടിവ് രേഖപ്പെടുത്തി. അതിന് മുകളിലുള്ള ഏഷ്യൻ മാർക്കറ്റിൻ്റെ പ്രകടനം നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ഇടിവിൽ ആണ് വ്യാപാരം, ഒട്ടുമിക്ക വിപണിയും വ്യാപാരം അവസാനിപ്പിച്ചത്. ഇനി FISൻ്റെയും DISൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ FIS കഴിഞ്ഞ ആഴ്ചകളിൽ ഒരു ദിവസം 809 കോടി രൂപയുടെ ബൈ നടത്തി. ഫെബ്രുവരി 4-ാം തീയതിയാണ് FIS ഇന്ത്യൻ മാർക്കറ്റിൽ ഏകദേശം 1.5 മാസത്തിലെ ഏറെ സെല്ലിങ്ങിന് ശേഷം ഒരൊറ്റ ദിവസം അവർ ബൈയിങ്ങിൽ ബോണ്ടിലേക്ക് വന്നു. അത് വളരെയധികം പോസിറ്റീവായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം എത്രയോ ദിവസമായി, കഴിഞ്ഞ വർഷം മാത്രം 3 ലക്ഷം കോടി അവർ സെല്ല് നടത്തി. ജാനുവരി മാത്രം 87,000 കോടി സെല്ല് നടത്തി. അപ്പോൾ ഫെബ്രുവരി മാസം അവർ 4-ാം തീയതി ഒരു ബൈ നടത്തി എന്നുള്ളത് നമുക്ക് പോസിറ്റീവോടെ കാണാൻ സാധിക്കും. DISൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ മാർക്കറ്റ് എന്നാണോ FIS ബൈ നടത്തിയത് അന്ന് ദിവസം മാത്രം DIS സെല്ലിംഗ് മോഡിലേക്ക് പോയി. ബാക്കി എല്ലാ ദിവസവും മാർക്കറ്റിനെ കൃത്യമായിട്ട് അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലോബൽ ഈവൻറ്റുകളാണ്. ഗ്ലോബൽ ഈവൻറ്റിൽ ഒരുപാട് വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഈവൻ്റ് ഉണ്ട്. അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. US നിന്ന് ഫെബ്രുവരി 11-ാം തീയതി ഫെഡ് ചെയറിൻ്റെ പവറിൻ്റെ സ്പീച്ച് 10:30 PM ഉണ്ട്. അതുപോലെ തന്നെ CP ഇൻഫ്ലേഷൻ ഡേറ്റ ഫെബ്രുവരി 12-ാം തീയതി ഉണ്ട്. ഫെബ്രുവരി 13-ന് ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിം, ഫെബ്രുവരി 14-ന് കോർ റീറ്റെയിൽ സെയിൽസ്. ഇതെല്ലാം തന്നെ US ഡേറ്റുകൾ അവിടെ ഉണ്ട്. ഇനി ഏറ്റവും പ്രധാന ഈവൻറ്റ് മാത്രമാണ് നമ്മൾ എടുത്തിട്ടുള്ളൂ. യൂറോസോണിൻ്റെ ഇൻഫ്ലേഷൻ ഡേറ്റ ഫെബ്രുവരി 13-ാം തീയതി. UK GDP ഡേറ്റ ഫെബ്രുവരി 13-ാം തീയതി. ടൈമും അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ ഡേറ്റ, അതായത് പണപ്പെരുപ്പ നിരക്ക് ഫെബ്രുവരി 12 4 PM-ന്. ഇന്ത്യയുടെ ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ ഡേറ്റ ഫെബ്രുവരി 14 12 PM-ന്. ട്രേഡ് ബാലൻസും മറ്റുള്ള ഫോറിൻ റിസർവ് ഡേറ്റാസ് എല്ലാം തന്നെ അന്നേ ദിവസം വരുന്നതാണ്. അപ്പോൾ ഇത്തരം കീ ഈവൻറ്റുകൾ മാർക്കറ്റിൽ നിലകൊള്ളുന്നുണ്ട്. അപ്പോൾ ആ ഈവൻ്റ് ഏതൊക്കെ ദിവസമാണെന്ന് നോക്കുക. ആ ദിവസങ്ങളിൽ ട്രേഡ് വേണമോ വേണ്ടയോ എന്നുള്ള തീരുമാനങ്ങൾ കൃത്യമായിട്ട് എടുക്കുക. അതനുസരിച്ച് ട്രേഡ് പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്
ഒരു ട്രേഡർ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റർ എന്ന നിലയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. ഇനി ഡിവിഡൻഡ് ഡീറ്റെയിൽസിലൊക്കെ നോക്കുകയാണെങ്കിൽ സൂരജ് ലിമിറ്റഡ് ഫെബ്രുവരി 10-ാം തീയതി റെക്കോർഡ് ഡേറ്റ് ₹1.50. ഇന്ത്യൻ ടോണർ ആൻഡ് ഡെവലപ്പേഴ്സ് ₹4.50. ആസ്റ്റർ ₹4 ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. എന്ന റെക്കോർഡ് ഡേറ്റ് ഫെബ്രുവരി 10-നാണ്. അതുപോലെ തന്നെ ക്യാംസ് ഡിവിഡൻഡ്, കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ഡിവിഡൻഡ് ഉണ്ട് ₹3.50. ITC ഡിവിഡൻഡ് കാണാം ഫെബ്രുവരി 12-ന് ₹6.50. അതുപോലെ തന്നെ ഒരുപാട് കമ്പനീസിൻ്റെ സൺ ടി വിയുടെ ഇതൊക്കെ അപ്ഡേറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഇത് എല്ലാം തന്നെ നമ്മുടെ ഡിവിഡൻഡ് കലണ്ടർ എന്ന് പറഞ്ഞ ടാബിൽ നമുക്ക് ട്രേഡബിലിറ്റി ടാബ് നമ്മുടെ വെബ്സൈറ്റിൽ തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക്. അപ്പോൾ അത് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഉള്ള പ്രധാന ഇവൻ്റ്. അപ്പോൾ നിലവിലുള്ള മറ്റുള്ള ഡൽഹിയിലുള്ള ഇന്ത്യൻ രാഷ്ട്രീയപരമായിട്ടുള്ള വിഷയത്തിലേക്കൊന്നും തന്നെ നമ്മൾ പോകുന്നില്ല. റൂളിംഗ് പാർട്ടി വീണ്ടും അധികാരത്തിലേക്ക് വരുന്നത് വിപണിക്ക് അത് ഗുണകരമായിട്ടാണ് വരുന്നത്. ആ ഒരു പെർസ്പെക്റ്റീവിൽ മാത്രമാണ് നമ്മൾ ന്യൂസ് റീഡ് ചെയ്യുന്നത്. അല്ലാതെയുള്ള അവിടുത്തെ ഇൻറ്റേർണൽ പൊളിറ്റിക്സ് മറ്റുള്ള കാര്യങ്ങളൊന്നും തന്നെ വേറെ ചാനൽ വഴി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം നോക്കുക. നമ്മുടെ ചാനലിൽ ഒരു ബൈ സെല്ല് റെക്കമെൻഡേഷനും നാളെ ഇതുവരെ കൊടുത്തിട്ടില്ല. വിപണിയിലുള്ള ന്യൂസുകളെല്ലാം തന്നെ നിങ്ങൾ മൾട്ടിപ്പിൾ പേപ്പറുകളും വെബ്സൈറ്റുകളും നോക്കുന്നതിന് പകരം വളരെ കുറഞ്ഞ സമയത്ത് നമ്മുടെ ചാനൽ കണ്ട് ഇൻഫർമേഷൻസ് എല്ലാം തന്നെ കിട്ടുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു.